നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് പ്രതിപാദിക്കുന്നത്. ശനി വക്രത്തിലാകുകയാണ്. ശനി അതീവ ബലത്തിലേക്ക് വരികയാണ്. അതിപ്രധാനമായിട്ടുള്ള അപൂർവമായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ കാലഘട്ടമാണ്. ഏതാനും നാൾ ശനി ബലത്തിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഗുണം ചെയ്യാവുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമുക്കതിന്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അതുവഴി ഞാൻ തുറന്നു നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ശനിയുടെ വക്രത്തിലുള്ള സ്ഥിതി കാരണം 12 രാശിക്കൂറുകാരുടെയും പ്രത്യേക ഫലത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഗുണഫലങ്ങൾ എല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. 12 രാശികളിൽ 11ാമത്തെ രാശിയായിട്ടുള്ള കുംഭം രാശിയിലാണ് ശനി നിൽക്കുന്നത്. ശനിയുടെ മൂലത്രികോണ രാശിയാണ് മന്ദൻ എന്നാണ് ശനിയുടെ പേര്. മന്ദഗതിയിലാണ് സഞ്ചാരം. ഇപ്പോൾ ശനി കുംഭം രാശിയിൽ പൂരിട്ടാതിയിൽ 2ാം പാദത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജൂൺ 30 ഞായറാഴ്ച കാലത്ത് 5 മണിക്ക് ശനി വക്രഗതി ആരംഭിച്ചു. ശനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൂലത്രികോണ രാശിയായിട്ടുള്ള കുംഭം രാശിയിൽ ശനി വക്രഗതി ആരംഭിച്ചു. ഇപ്പോഴുള്ള ശനിയുടെ ഈ വക്രഗതിയിൽ രാശിമാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗുണഫലങ്ങൾ ഉണ്ടാകാം. ശനിയുടെ ഈ വക്രഗതിയിലുള്ള സ്ഥിതി നവംബർ 15 വരെയാണുള്ളത്. ഇതിനിടയ്ക്ക് ശനി പൂരിട്ടാതിയുടെ 2ാം പാദത്തിൽ നിന്ന് 1ാം പാദത്തിലേക്കും പിന്നീട് ചതയൻ നക്ഷത്രത്തിലേക്കും കടക്കുന്നുണ്ട്. ശനി ഒരു രാശിയിൽ 2.5 വർഷമാണ് നിൽക്കുന്നത്. വക്രഗതിയിൽ ഏകദേശം 4.5 മാസത്തോളം നിൽക്കുന്ന ശനി അതുകൊണ്ട് തന്നെ വേഗത വർദ്ധിക്കുന്നതാണ്. ശനി എല്ലാവർക്കും തടസ്സങ്ങളും കാലതാമസവും വരുത്തുന്നുണ്ട്. വക്രഗതിയോടനുബന്ധിച്ച് ശനിയുടെ വേഗത വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ആ തടസ്സങ്ങളെല്ലാം എല്ലാവർക്കും മാറിക്കിട്ടും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അതുകൊണ്ട് തന്നെ ശനി ഇപ്പോൾ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ വർദ്ധിക്കുവാനും ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവർക്ക് ദോഷത്തിന്റെ കാഠിന്യം കുറയാനും അതുമൂലം സാധിക്കും എന്ന് ഉറപ്പിച്ചു പറയാം. ശനി സാധാരണയായിട്ട് വക്രഗതിയിൽ നിൽക്കുമ്പോൾ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് അനുഭവമുണ്ട്. ശനിയുടെ ഈ വക്രഗതിയിലുള്ള സ്ഥിതി മൂലം 12 രാശിക്കൂറുകാരുടെയും അവസ്ഥയൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ശനിയുടെ വക്രഗതി മൂലമുള്ള ഫലത്തെ ഒന്ന് നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനി 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 10ഉം 11ഉം ഭാവാധിപനാണ് ശനി. കർമാധിപനായിട്ടുള്ള ഗ്രഹം ലാഭസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് മേടക്കൂറുകാരുടെ ഭാഗ്യമാണ്. നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ പരിശോധിക്കാം. കർമ്മത്തിന്റെ കാരകത്വം വഹിക്കുന്ന ശനി തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നീക്കി നൽകുന്നതാണ്. പ്രത്യേകിച്ച് വക്രഗതിയിലാകുന്ന ശനി പുതിയ ജോലി ലഭിക്കുന്നതിനും തന്മൂലം സന്തോഷ അനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനാകും. കർമ്മരംഗത്ത് ഉയർച്ച, സ്ഥാനമാറ്റം, സ്ഥലമാറ്റം, പ്രമോഷൻ എന്നിവ അനുഭവത്തിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് വരുന്നതാണ്. മേടക്കൂറുകാർക്ക് ശമ്പള വർധനവും ലഭിക്കുന്നതാണ്. ഇതുവരെയൊക്കെ കുടിശ്ശിക ലഭിക്കാതിരുന്ന ജോലിക്കാർക്ക് അവ ലഭിക്കുവാനും സാധ്യമാവും. മേടക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മരംഗത്താണ് ശനിയുടെ ഈ പ്രകടമായ മാറ്റങ്ങൾ ദർശിക്കാനാകുന്നത്. പുതിയ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. മുതിർന്ന സഹോദരങ്ങളുമായി ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അകൽച്ചകൾ ഒക്കെ മാറിക്കിട്ടുന്നതാണ്. പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്താനും സാധിക്കുന്നതാണ്. ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അവ വിപുലപ്പെടുത്തി എടുക്കുവാനും വൻ ലാഭങ്ങളൊക്കെ ഉണ്ടാകാനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ എന്നാൽ പ്രത്യേക ശ്രദ്ധ മേടക്കൂറുകാരെ സംബന്ധിച്ചുണ്ടാകണം. പൊതുവെ ശനിയുടെ വക്രം ഗുണപ്രദമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അടുത്തത് നമുക്ക് ഇടവക്കൂറുകാരുടെ ശനിയുടെ വക്രം മൂലമുള്ള സമ്പൂർണ്ണ ഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്ന കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 9ഉം 10ഉം ഭാവാധിപനാണ് ശനി. 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കർമ്മഭാവത്തിൽ വക്രത്തിൽ നിൽക്കുന്ന ശനിയുടെ സ്ഥിതി മൂലം ഇടവക്കൂറുകാർക്കുണ്ടാവുന്ന ഫലത്തെ നോക്കാം. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല അനുഭവങ്ങൾ ഇടവക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. ഇടവൻ രാശിക്കാർ ഇപ്പോൾ കണ്ടകശനി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ശനി വക്രഗതിയിലായതിനാൽ ശനിദോഷം കുറയുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ ഉതകുന്ന സമയക്കാലമാണ്. പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ടും വന്നേക്കാം. ബിസിനസ് രംഗത്ത്
രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. ചെലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വാക്കും പ്രവൃത്തിയും ഒക്കെ കരുതലോടുകൂടി വേണം നടത്തുവാൻ. ചെലവുകളൊക്കെ നിയന്ത്രിക്കേണ്ടതായിട്ട് വന്നേക്കാം. ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്കും സാധ്യതയുണ്ട്. തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് പണി എളുപ്പം നടക്കാനും പുതിയ വീട്ടിൽ താമസം ആരംഭിക്കാനും ഒക്കെ സാഹചര്യം ഒരുങ്ങുന്നതാണ്. കൂടാതെ വാഹനം മാറ്റി വാങ്ങുന്നതിനും വീട് വെക്കുന്നതിനും സ്വന്തം പേരിൽ വസ്തു വാങ്ങുന്നതിനുമൊക്കെ സാഹചര്യം ഉണ്ടാകുന്നതാണ്. അമ്മയിൽ നിന്നും സഹായ സഹകരണങ്ങളൊക്കെ ഇടവക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ആഗ്രഹിച്ച രീതിയിൽ ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാനും സാധിക്കുന്നതാണ്. വിദേശയാത്രയൊക്കെ തരപ്പെടുന്നതാണ്. വിദേശത്ത് ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് സാഹചര്യം ഒരുങ്ങുന്നതാണ്. സ്വന്തം രാശിയിൽ ശനി അനുകൂല സ്ഥിതിയിലാണെങ്കിൽ അനുഭവം ശുഭമായിരിക്കും എന്നാണ്. എന്നിരുന്നാലും ആരോഗ്യകാര്യത്തിൽ ഇടവക്കൂറുകാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അടുത്തത് നമുക്ക് മിഥുനക്കൂറുകാരുടെ ശനിയുടെ വക്രഗതിയിൽ ചെയ്യുന്ന ഫലത്തെ ഒന്ന് നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2-ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ശനി 8ഉം 9ഉം ഭാവാധിപനാണ്. 9-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ശനിയുടെ വക്രസ്ഥിതി മൂലം മിഥുനക്കൂറുകാർക്കുണ്ടാകുന്ന ഫലത്തെ പരിശോധിക്കാം. ശനി വക്രഗതിയിലായതിനാൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ തീർച്ചയായിട്ടും മാറുന്നതാണ്. കർമ്മരംഗത്ത് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതാണ്. സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ്. സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്നതാണ്. മേലധികാരിയുമായി യോജിച്ചു പോകാൻ സാധിക്കുന്നതാണ്. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവയെല്ലാം മാറി കിട്ടുന്നതാണ്. യാത്രാ ക്ലേശങ്ങളും മാറിക്കിട്ടുന്നതാണ്. യാത്രകൾ കൊണ്ട് പ്രയോജനവും ഉണ്ടായേക്കാം. കടബാധ്യതകളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടുള്ള അനുഭവത്തിൽ വന്നേക്കാം. ശത്രുക്കളുടെ ശല്യവും ഒക്കെ കുറയുന്ന സമയമാണ്. വിദേശയാത്രയൊക്കെ അവസരം ഒരുങ്ങുന്നതാണ്. ഉന്നത പഠനത്തിനായി വിദേശയാത്രയ്ക്കൊക്കെ ഒരുങ്ങുന്നവർക്ക് അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പുനരാവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ മിഥുനക്കൂറുകാർക്ക് സാഹചര്യം ഉണ്ടാകും. ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും നല്ല ആദായം വർദ്ധിക്കുന്നതാണ്. ഏറ്റെടുക്കുന്ന ഏത് പ്രവർത്തനമായാലും നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ മിഥുനക്കൂറുകാർക്ക് ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി അകന്നു കഴിയുന്നവരൊക്കെ അവരുമായിട്ട് യോജിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. ആരോഗ്യം തൃപ്തികരമായിട്ട് മുന്നോട്ട് പോകുന്ന സമയമാണ്. ഇപ്പോൾ അനുഭവിച്ചു പോന്നിരുന്ന പല അസ്വസ്ഥതകൾക്കും മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഒരു ശമനം ഉണ്ടാകുന്നതാണ്. ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്നത് കൊണ്ട് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കൂടുതൽ ഗുണപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ശനിയുടെ വക്രസ്ഥിതി മൂലമുള്ള ഫലത്തെ നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ 1/4 ഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ശനി 7ഉം 8ഉം ഭാവാധിപനാണ്. 8-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അഷ്ടമശനി ദോഷം ചെയ്യുന്നതാണ്. എന്നിരുന്നാലും വക്രഗതിയിലാവുമ്പോൾ അത് ഗുണപ്രദമായി പരിണമിക്കും എന്ന് നമുക്ക് കണക്കുകൂട്ടാം. ഫലത്തിലേക്കൊന്ന് കിടക്കാം. പുതിയ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് താൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ജോലിയൊക്കെ ലഭിക്കുന്നതാണ്. വിദേശത്ത് ജോലിക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകാം. വരുമാന സ്രോതസ്സുകളൊക്കെ വർദ്ധിക്കുന്നതാണ്. ധനാഗമവും ഉണ്ടാകുന്നതാണ്. ബിസിനസ്സൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാൻ അതുവഴി നേട്ടങ്ങൾ കൊയ്യാനും ഒക്കെ സാധ്യത വരുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ ആദായം വർദ്ധിക്കുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പുനരാവിഷ്കരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ വരും. വ്യവസായികൾക്ക് നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ദാമ്പത്യ സൗഖ്യവും പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി ധാരാളം കാര്യങ്ങൾ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. സന്താനങ്ങളിൽ നിന്ന് സന്തോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനും അവരെ കുറിച്ചോർത്ത് അഭിമാനിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഇതുവരെയൊക്കെ അലട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അതിനുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാനായിട്ട് സാധിക്കും. രോഗശമനം ഉണ്ടാകും എന്നർത്ഥം. അമ്മയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ കർക്കിടകക്കൂറുകാർ നൽകേണ്ടതാണ്. അടുത്തത് നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ശനിയുടെ വക്രസ്ഥിതി മൂലമുള്ള ഫലത്തെ ഒന്ന് നോക്കാം.
ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 6ഉം 7ഉം ഭാവാധിപനാണ് ശനി. വക്രഗതിയിൽ നിൽക്കുന്ന ശനി ചിങ്ങക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങൾ ചെയ്യുമെന്ന് പരിശോധിക്കാം. കണ്ടകശനി കാലമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. എന്നിരുന്നാലും അതിന്റെ കാഠിന്യം വക്രഗതിയിൽ കുറയുന്നതാണ്. ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്ന സമയമാണ്. ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. യാതൊരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോകാൻ ചിങ്ങക്കൂറുകാർക്ക് കർമ്മ മേഖലയിൽ സാധിക്കുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അതിൽ വിജയിക്കാൻ സാധിക്കും. ശത്രുക്കളുടെ ശല്യമൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. കടങ്ങൾ ഉണ്ടായിരുന്നത് ഒരു പരിധി വരെ വീട്ടി കടങ്ങളൊക്കെ തീർക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കേസ്, വഴക്കുകൾ എന്നിവ ഉണ്ടായിരുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അവയ്ക്കെല്ലാം പരിഹാരം കാണാനും സാധിക്കുന്ന സമയമാണ്. വീട് മാറി താമസിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമായിട്ടുള്ള സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശയാത്രയ്ക്കൊക്കെ പോകാൻ ഒരുങ്ങുന്ന ചിങ്ങക്കൂറുകാർക്കും ആഗ്രഹിച്ച വിഷയത്തിൽ ആഗ്രഹിച്ച രീതിയിൽ പ്രവേശനം ലഭിക്കുന്നതാണ്. ദമ്പതികളുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ മാറി യോജിപ്പോടുകൂടി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നതാണ്. വിവാഹാലോചനകളൊക്കെ നടക്കുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചും തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് മെച്ചപ്പെടുന്നതാണ്. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പുരോഗതി ഉണ്ടാകുന്നതാണ്. അടുത്തത് നമുക്ക് കന്നിക്കൂറുകാരുടെ ശനിയുടെ വക്രസ്ഥിതി മൂലമുള്ള ഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ 1/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 5ഉം 6ഉം ഭാവാധിപനാണ് ശനി. 6ആം ഭാവത്തിലാണ് നിൽക്കുന്നത്. ശനിയുടെ വക്രഗതി മൂലം കന്നിക്കൂറുകാർക്കുണ്ടാകുന്ന ഫലത്തെ ഒന്ന് നോക്കാം. 6ആം ഭാവം എന്നത് രോഗം, ശത്രു, കടം എന്നീ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. രോഗാവസ്ഥയിൽ കഴിയുന്നവരുടെ രോഗമൊക്കെ ശമിക്കുന്നതാണ്. സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഒക്കെ കന്നിക്കൂറുകാർക്ക് വർദ്ധിക്കുന്നതാണ്. പൂർവിക സ്വത്ത് സംബന്ധമായിട്ടുള്ള കേസുകൾ ഉണ്ടായിരുന്ന കന്നിക്കൂറുകാർക്ക് അവയ്ക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള വിധി ലഭിക്കുന്നതാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിട്ടും നമുക്ക് ഈ സമയത്ത് കന്നിക്കൂറുകാർക്ക് കാണാൻ സാധിക്കും. ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ്. അകലാനായി കാത്തിരുന്നവർ പോലും, അതായത് ഡൈവോഴ്സ് കേസ് പോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കന്നിക്കൂറുകാർക്കും അതെല്ലാം ഒത്തുതീർപ്പാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇളയ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി പിണങ്ങി നിന്ന കന്നിക്കൂറുകാർക്കും ഒരുമിച്ച് അവരോടുകൂടി യോജിപ്പോടുകൂടി മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് സാഹചര്യം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ്. പഠനത്തോടൊപ്പം ജോലി ലഭിക്കാനും കന്നിക്കൂറുകാർക്ക് സാഹചര്യം ഉണ്ടാകുന്ന സമയമാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ കുറയാം. മറ്റുള്ളവരിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിലൊക്കെ കന്നിക്കൂറുകാർക്ക് സന്തോഷിക്കാനും സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്തത് നമുക്ക് തുലാക്കൂറുകാരുടെ ശനിയുടെ വക്രസ്ഥിതി മൂലമുള്ള ഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ആം പകുതി, ചോതി, വിശാഖത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ശനി 4ഉം 5ഉം ഭാവാധിപനാണ്. 5ആം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് പല വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് ഈ സമയം ശനിയുടെ വക്രസ്ഥിതി സാഹചര്യം ഒരുക്കും. സ്ഥാനമാറ്റം ഉണ്ടാകുന്നതാണ്. സ്ഥലം മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധിക്കുന്നതാണ്. കുടുംബത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നവർക്കും ഈ കാലം ഗുണപ്രദമാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് വസ്തു സംബന്ധമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് എന്ന് പറയാം. പുതിയ വാഹനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കാനുള്ള അനുകൂല സമയമാണ്. വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനൊക്കെ സാഹചര്യം ഉണ്ടാകും. കർമ്മത്തോടൊപ്പം ചില ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൽ മെച്ചമുണ്ടാകുന്നതാണ്. മറ്റുള്ളവരിൽ നിന്നും സാമ്പത്തിക സഹായങ്ങളും ലഭിക്കുന്നതാണ്. വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും സംസാരത്തിലൂടെയും പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ജീവിത പങ്കാളിയുടെ ഒക്കെ രോഗാവസ്ഥയ്ക്ക് ശാന്തി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. ദമ്പതികളുടെ ഇടയിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ മാറി നല്ല യോജിപ്പോടെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ്. ദാമ്പത്യ സുഖം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുന്നതിനുള്ള സാഹചര്യങ്ങളും അതിൽ നിന്ന് നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവർക്ക് തങ്ങളെ അംഗീകരിക്കാനും വാക്കുകൾക്ക് വില കൊടുക്കാനും ഒക്കെ തുലാക്കൂറുകാർക്ക് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ മാറി
കേസുകളും വഴക്കുകളും ഒക്കെ ഉണ്ടായിരുന്ന തുലാക്കൂറുകാർക്ക് അവയെല്ലാം രമ്യമായി പരിഹരിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ്. കടം ഒരു പരിധിവരെ കൊടുത്തു തീർക്കുവാൻ തുലാക്കൂറുകാർക്ക് സാഹചര്യം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനത്തിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ട അവസരങ്ങൾ വന്നേക്കാം. അലസത പാടില്ലാത്ത സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ശനിയുടെ വക്രസ്ഥിതി മൂലം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കരുതലെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത രാശിക്കാരെ പരിചയപ്പെടാം. അടുത്ത രാശി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് 3ഉം 4ഉം ഭാവാധിപനാണ്. 4ആം ഭാവത്തിലാണ് നിൽക്കുന്നത്. കണ്ടകശനിയാണ്. എന്നിരുന്നാലും ശനിയുടെ വക്രസ്ഥിതി വൃശ്ചികക്കൂറുകാർക്ക് നേട്ടങ്ങൾ തന്നെയാണ് സമ്മാനിക്കുക. അതെന്തൊക്കെയാണ് എന്ന് നോക്കാം. പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വൃശ്ചികക്കൂറുകാർക്ക് സാഹചര്യം ഉണ്ടാവും. ഇതുവരെ തടസ്സപ്പെട്ടിരുന്ന പല സംരംഭങ്ങളും തടസ്സങ്ങളൊക്കെ മാറി ശുഭകരമായി പൂർത്തീകരിക്കാൻ വൃശ്ചികക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിലൊക്കെ വിജയം കണ്ടെത്താനാകുന്നതാണ്. ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് ശമ്പള വർധന ഉണ്ടാകുന്നതാണ്. ശമ്പള കുടിശ്ശിക ലഭിക്കാനുള്ളവർക്കും അത് ലഭിക്കുന്നതാണ്. പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്കും അവ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. അധിക ചെലവുകളൊക്കെ നിയന്ത്രണാതീതമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ചിലവുകളൊക്കെ ഒന്ന് കരുതലെടുക്കുക, കുറയ്ക്കുക. കേസുകളും വഴക്കുകളും ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് രമ്യതയോടുകൂടി ശാന്തമായിട്ട് മുന്നോട്ട് പോകാനാകുന്നതാണ്. കടങ്ങളൊക്കെ ഒരു പരിധിവരെ വീട്ടി സ്വസ്ഥമാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വിദേശത്ത് തൊഴിൽ അന്വേഷണത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ്. ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നതാണ്. വസ്തു വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം തടസ്സങ്ങളെല്ലാം മാറി അത്തരത്തിലുള്ള കാര്യസാധ്യതകൾ ഉണ്ടാകുന്നതാണ്. പുതിയ വാഹനം വാങ്ങാനും സാഹചര്യം ഉണ്ടാകുന്നതാണ്. വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സ്വന്തമാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ദൈവാധീനം ഉണ്ട് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ശുഭകരമായി വൃശ്ചികക്കൂറുകാർക്ക് പര്യവസാനിക്കുന്നതാണ്. രോഗശമനവും വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ആരോഗ്യകാര്യങ്ങളിലൊക്കെ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. അമ്മയുടെ രോഗാവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാകുന്നതാണ്. വിവാഹ കാര്യങ്ങൾക്കും തീരുമാനം ഉണ്ടാകാൻ സാഹചര്യമുണ്ട്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അടുത്തത് നമുക്ക് ധനുക്കൂറുകാരുടെ ശനിയുടെ വക്രസ്ഥിതി മൂലമുള്ള ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം, കാലം എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് 2ഉം 3ഉം ഭാവാധിപനാണ് ശനി. 3ആം ഭാവത്തിലാണ് നിൽക്കുന്നത്. 3ആം ഭാവത്തിൽ ശനി വക്രസ്ഥിതിയിൽ നിൽക്കുന്നത് മൂലമുള്ള ധനുക്കൂറുകാരുടെ ഫലത്തെ ഒന്ന് നോക്കാം. പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്ന ധനുക്കൂറുകാർക്ക് അത് ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ വിഷമതകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആ ദുരിതങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. ഏതെങ്കിലും പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ധനുക്കൂറുകാർക്ക് അവയെല്ലാം പുനരാരംഭിച്ച് മുന്നോട്ട് പോകാൻ സാഹചര്യം ഉണ്ടാകും. കർമ്മരംഗത്തൊക്കെ സ്ഥലം മാറ്റം, സ്ഥാനമാറ്റം എന്നിവയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹത്തിനനുസരിച്ച് അത് ലഭിക്കുന്നതാണ്. ഉന്നത പദവി ലഭിക്കാനും സാഹചര്യമുണ്ട്. വീട് പണിയൊക്കെ പെട്ടെന്ന് തീർക്കണമെന്ന് ആഗ്രഹിച്ച് അതൊക്കെ സാവധാനത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്നവർക്കൊക്കെ അതൊക്കെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഇനിയുള്ള സമയം സാഹചര്യം ഉണ്ടാകുന്നതാണ്. ദൂരദേശ യാത്രയൊക്കെ കൊണ്ട് പ്രയോജനപ്രദമാകുന്നതാണ്. ഇളയ സഹോദരങ്ങളുമായിട്ട് അകൽച്ച ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം മാറി അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവർ അംഗീകരിക്കാനും പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കാനുമുള്ള സാഹചര്യങ്ങൾ ധനുക്കൂറുകാർക്ക് വരുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ധനുക്കൂറുകാരെ സംബന്ധിച്ചുണ്ടാകും. അധിക ധനച്ചെലവുകളൊക്കെ നിയന്ത്രിക്കാനും ധനുക്കൂറുകാർക്ക് ഈ കാലത്ത് ആവുന്നതാണ്. സന്താനങ്ങളുമായി നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ധനുക്കൂറുകാർക്ക് സാഹചര്യം ഉണ്ടാകും. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനത്തിലൊക്കെ മികവ് പുലർത്താനും സാഹചര്യം ഉണ്ടാകുന്നതാണ്. പ്രണയബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ബന്ധങ്ങളൊക്കെ ഊഷ്മളമാകുന്നതാണ്. അച്ഛനുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ ധനുക്കൂറുകാർക്ക് സാഹചര്യം ഉണ്ടാകുന്നതാണ്. അച്ഛന്റെ രോഗാവസ്ഥയൊക്കെ ശമനമുണ്ടായി ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. അയൽക്കാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നവർക്കും അതൊക്കെ മാറി യോജിപ്പോടെ കൂടി പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. അടുത്തത് നമുക്ക് മകരക്കൂറുകാരുടെ ശനിയുടെ വക്രസ്ഥിതി മൂലമുള്ള ഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശ്യാധിപനാണ്. 2ആം ഭാവാധിപനാണ്. 2ആം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്.
മകരം രാശിയുടെ അധിപൻ കൂടിയാണ് ശനി. മകരക്കൂറുകാരുടെ ശനിയുടെ വക്രസ്ഥിതി മൂലമുള്ള ഫലത്തെ നമുക്കൊന്ന് നോക്കാം. മകരക്കൂറുകാരെ സംബന്ധിച്ച് 7ാം ശനിക്കാലമാണ്. ശനി വക്രഗതിയിലാകുന്ന സമയത്ത്, സ്വക്ഷേത്ര ബലവാൻ കൂടിയാകുന്ന സമയത്ത് അവരുടെ ദുരിതങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതാണ്. കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങൾ മകരക്കൂറുകാർക്ക് ദർശിക്കാനാകും. ശമ്പള വർധനവും പ്രമോഷനും ഒക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉദ്ദേശിച്ച രീതിയിൽ അനുകൂലമായിട്ടുള്ള സ്ഥലമാറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ വീട്, ജോലി എന്നിവയെ അന്വേഷിക്കുന്നവർക്കൊക്കെ ആഗ്രഹപ്രകാരം ഇവയൊക്കെ ലഭിക്കുന്നതാണ്. വീട് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് മകരക്കൂറുകാർ സാക്ഷ്യം വഹിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായി പൂർവിക സ്വത്ത് ലഭിക്കാനും സാഹചര്യം ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമുണ്ടാകുന്നതാണ്. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. എല്ലാ തരത്തിലും മനസ്സിന് സന്തോഷം മകരക്കൂറുകാർക്കുണ്ടാകുന്നതാണ്. സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ്. പുതിയ വാഹനം വാങ്ങുന്നതിനും വസ്തു വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ അവരുടെ ആഗ്രഹത്തിന് സാഫല്യം ഉണ്ടാകുന്നതാണ്. പുതിയ വീട് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് നല്ല വേഗത്തിൽ അതൊക്കെ ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുടെ സന്തോഷത്തിനായി നല്ല രീതിയിൽ പ്രയത്നിക്കേണ്ടി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. അവരുടെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകാനും സന്താന ലബ്ധി ആഗ്രഹിച്ചിരിക്കുന്ന മകരക്കൂറുകാർക്ക് സന്താന ലബ്ധിയെ ലഭിക്കുന്നതുമാണ്. ആരോഗ്യകാര്യത്തിലൊക്കെ തൃപ്തി ഉണ്ടാകുന്ന സമയമാണ്. രോഗം ഉണ്ടായിരുന്ന മകരക്കൂറുകാർക്ക് രോഗശമനവും പ്രതീക്ഷിക്കാവുന്നതാണ്. അമ്മയുടെ ആരോഗ്യനിലയിലൊക്കെ മകരക്കൂറുകാരുടെ പുരോഗതി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അടുത്തത് നമുക്ക് കുംഭക്കൂറുകാരുടെ ശനിയുടെ വക്രസ്ഥിതി മൂലമുള്ള സമ്പൂർണ്ണ ഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശനി 12ാം ഭാവാധിപനാണ്. ജന്മരാശ്യാധിപനാണ്. ജന്മരാശിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലത്തെ ഒന്ന് നോക്കാം. 7ാം ശനിക്കാലം തന്നെയാണ്. 2ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. കർമ്മരംഗത്ത് ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കർമ്മരംഗത്ത് ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകുന്നതാണ്. സ്ഥാനമാറ്റം, സ്ഥലമാറ്റം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധ്യത ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന തടസ്സങ്ങളെല്ലാം മാറി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിക്കുന്ന സമയമാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാവിഷ്കരിച്ച് അതിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യവും കുംഭക്കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ്. പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നതാണ്. ഇളയ സഹോദരങ്ങളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാം ഇല്ലാതായി സ്വസ്ഥമാകുന്നതാണ്. ആത്മവിശ്വാസം കൂടുതലായിട്ട് അനുഭവത്തിൽ വരുന്ന സമയമാണ്. ധൈര്യം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. വിദ്യാർത്ഥികളായിട്ടുള്ള കുംഭക്കൂറുകാർക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കുന്ന സമയമാണ്. ദാമ്പത്യ കാര്യത്തിൽ സുഖവും സൗഖ്യവും ഒക്കെ പ്രതീക്ഷിക്കാം. ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി ഒന്നിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. കടങ്ങളും ഒക്കെ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. കേസുകളോ വഴക്കുകളോ ഒക്കെ ഉണ്ടായിരുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവയെല്ലാം തങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാരം ഒത്തുതീർപ്പുണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. യാത്രകളൊക്കെ ആവശ്യമായി വേണ്ടി വന്നേക്കാം. യാത്രാ ചെലവുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്നിരുന്നാലും ഗുണാനുഭവങ്ങൾ അതുമൂലം വർദ്ധിക്കുന്നതാണ്. ബന്ധുക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്താനൊക്കെ സാഹചര്യം ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് കുംഭക്കൂറുകാരുടെ കാര്യത്തിൽ പറയാനുള്ളത്. അടുത്തത് നമുക്ക് മീനക്കൂറുകാരുടെ ശനിയുടെ വക്രസ്ഥിതി മൂലമുള്ള സമ്പൂർണ്ണ ഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് 12ാം ഭാവാധിപനാണ്. 11ാം ഭാവാധിപനാണ്. 12ൽ നിൽക്കുകയാണ്. 7ാം ശനിക്കാലമാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം ഫലം കാണാൻ സാധിക്കുന്ന സമയമാണ്. ഇതുവരെ നഷ്ടത്തിലായിരുന്ന ബിസിനസ്സൊക്കെ വിപുലപ്പെടുത്തി അതിൽ നിന്ന് പല വിധത്തിലുള്ള നേട്ടങ്ങളും ലഭിക്കാനുള്ള സാഹചര്യം മീനക്കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ്. ബിസിനസ് രംഗത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ മീനക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. കർമ്മരംഗത്തൊക്കെ അധ്വാനം വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. അധ്വാനത്തിനനുസരിച്ചുള്ള ഫലവും ലഭിക്കുന്നതാണ്. കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി നല്ല ഫലങ്ങൾ കിട്ടുന്നതാണ്. എല്ലാ കാര്യത്തിലും സമാധാനം ഉണ്ടാകുന്നതാണ്. സന്തോഷവും ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്തൊക്കെ മീനൻ രാശിയിൽ ഉൾപ്പെട്ടവരെ അംഗീകരിക്കാനുള്ള സാഹചര്യം മറ്റുള്ളവർ കാണിക്കുന്നതാണ്. സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള
ദുഷ്പേരൊക്കെ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ അവയൊക്കെ മാറുന്നതിനുള്ള സാഹചര്യം ഇക്കാലത്തുണ്ടാകുന്നതാണ്. എല്ലാവരുടെയും അംഗീകാരത്തിന് പാത്രീഭൂതരാകും. പുതിയ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാനും സാഹചര്യമുണ്ട്. മൂത്ത സഹോദരങ്ങളിൽ നിന്നൊക്കെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള മീനക്കൂറുകാർക്ക് പഠന പുരോഗതി ഉണ്ടാകുന്നതാണ്. നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരിക്കുന്ന മീനക്കൂറുകാരാണെങ്കിൽ അവയ്ക്കൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നതാണ്. എന്നിരുന്നാലും ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. രോഗങ്ങളെ അതിജീവിക്കാനാകുന്ന സമയമാണ്. കടം ഒരു പരിധി വരെ ഒക്കെ വീട്ടാനും സാഹചര്യം ഉണ്ടാകും. കൂടാതെ ശത്രുക്കളുടെയൊക്കെ ഉപദ്രവങ്ങൾ കുറയുന്നതാണ്. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വരുന്നതാണ്. ബിസിനസ്സൊക്കെ വിപുലപ്പെടുത്തിയെടുക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ്. അവയിൽ നിന്നും പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. പല നല്ല സാഹചര്യങ്ങളും ഒരുങ്ങുന്നതാണ്. അച്ഛനിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ശനിപ്രീതിക്കായിട്ട് ശാസ്താവിന് നീരാഞ്ജനം, എള്ളുപായസം എന്നിവ നടത്തുക. കൂടാതെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, വെണ്ണ നിവേദ്യം എന്നിവ നൽകുന്നതും ദോഷത്തെ കുറയ്ക്കുന്നതാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും അയ്യപ്പസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുന്നതുമൊക്കെ ഗുണപ്രദമാണ്. ശനിയുടെ വക്രസ്ഥിതി എല്ലാവർക്കും ഗുണപ്രദം തന്നെയാണ്. എല്ലാവർക്കും ഒരു നല്ല കാലത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. 4.5 മാസം അനുഭവത്തിലുണ്ട്. എല്ലാവർക്കും ഈ കാലത്തിനുള്ളിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.